ഹലോ ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഇപ്പോൾ മണി 2:15. ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലെ 5:30 എഴുന്നേറ്റ് 6:30 ചർച്ചിൽ പോയി പോവുക വരിക വീട്ടിൽ വന്നു 2:15. അതുവരെയുള്ള വീഡിയോസാണ്, എല്ലാവരും കാണണം. കുഞ്ഞൊരു വീഡിയോ, ഇന്നലത്തെ വീഡിയോ പോലെ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. വന്നു മുടി ക്ലിപ്പെല്ലാം അഴിച്ചു പടത്തിയിട്ട് കാലിങ്ങി മുഖമെല്ലാം ഒന്ന് കഴുകി. ഒരു കാര്യം പറയാനുണ്ട്. ഇത് കണ്ടോ, ഇതെന്നാ ബൈബിള്. ഇത് എത്ര വർഷം പഴക്കമുള്ളതെന്നറിയാം? എത്ര വർഷം? 1997 എൻ്റെ വല്യമ്മ മരിച്ചു. 73 വയസ്സ് 1997. വല്യമ്മ മരിക്കുന്നതിന് കുറച്ചൊരു 10 വർഷം മുമ്പാണെന്ന് തോന്നുന്നു എൻ്റെ വല്യമ്മ എനിക്ക് തന്നതായി ബൈബിള്. അപ്പോൾ ഒരു 87 എന്ന് വെച്ചു. 87 എന്ന് പറയുമ്പോൾ 3 4 7 എനിക്കൊരു 14 വയസ്സുള്ളപ്പോൾ എൻ്റെ വല്യമ്മ എനിക്ക് തന്ന, വല്യമ്മ കുഞ്ഞിലെ ചർച്ചിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ബൈബിളാണ്. CSI ബൈബിളാണ്. CSIക്കാരിയായിരുന്നു എൻ്റെ വല്യമ്മ, അപ്പൻ്റെ അമ്മ. അതൊരു 14 വയസ്സ് എനിക്കായപ്പം, ഒരു ഏകദേശം 14 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് തന്നതാണ്. എൻ്റെ മോൻ ഇത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ബൈബിളിനോട് ഭയങ്കര പ്രേമമായിരുന്നു. അങ്ങനെ എനിക്ക് വല്യമ്മ തന്നതാണ്. കാരണം കത്തോലിക്കർക്ക് ബൈബിള് വീട്ടിലില്ല, ചർച്ചിൽ മാത്രമേ ഉള്ളൂ. വീട്ടിൽ ബൈബിളൊക്കെ വന്നിട്ടൊരു 10-30 വർഷത്തോളമൊക്കെ ആയുള്ളെന്ന് തോന്നുന്നു. 30 വർഷം ആയില്ല. അപ്പം അതിന് മുമ്പ് വീട്ടിലൊന്നും അങ്ങനെ ബൈബിളില്ല, ചർച്ചിൽ മാത്രമേ ഉള്ളൂ. അച്ഛൻ കുർബാനയ്ക്ക് ചൊല്ലുന്ന ഒരു ബൈബിള് മാത്രം, അല്ലാതെ വീടുകളിൽ ബൈബിളില്ല. ഞാൻ പക്ഷേ 5 വയസ്സിൽ എൻ്റെ വല്യമ്മ എന്നെ കൊണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കെ പെന്തക്കോസ്റ്റ് ചർച്ചുണ്ട്. അപ്പോൾ എന്നെ 5 വയസ്സോട്ട് അവിടെ VBSന് കൊണ്ട് വിടുമായിരുന്നു എല്ലാ സമ്മർ വെക്കേഷനും. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു പുതിയ നിയമം ബൈബിള്, ആ ഒരു ചെറിയ ബൈബിളാണ്. അത് ഫുള്ളില്ലാത്ത പുതിയ നിയമം മാത്രമുള്ള കുഞ്ഞു ബൈബിൾ. അതെനിക്ക് തന്നായിരുന്നു. അവിടുന്ന് VBSന് കേട്ടോ. അത് ഞാനിങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത് കണ്ടിട്ട്, അപ്പോൾ ആ ബൈബിൾ ഉപയോഗിക്കുമ്പോൾ എൻ്റെ അപ്പൻ അതൊക്കെ എടുത്ത് മാറ്റി വെച്ച് ദൂരെ എറിഞ്ഞ് ഭയങ്കര കത്തോലിക്ക മാത്രമേ അപ്പൻ ഇഷ്ടമുള്ളായിരുന്നു. പെന്തക്കോസ്തുകാരുടെ ബൈബിളാന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കുമായിരുന്നു. ഞാനത് ബാഗിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ വലിയ ക്രേസായി, വലിയ നല്ല ഇതായിട്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ട് ആ ബൈബിളിനോടുള്ളൊരു ഒരു ക്രേസൊക്കെ കണ്ടപ്പോഴത്തേക്കിനും എൻ്റെ എന്താ പറയുന്നത് അറ്റാച്ച്മെൻറ്റ് കണ്ടപ്പോൾ എൻ്റെ വലിയ അപ്പൻ്റെ അമ്മ ചെറുതിലെ ഉപയോഗിച്ച ബൈബിള് കാലിപ്പെട്ടിക്കകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റുള്ളൂ. എൻ്റെ വല്യപ്പനും കമ്മ്യൂണിസ്റ്റുകാരനാണ് ആയതുകൊണ്ട് വല്യമ്മയെ കൊണ്ട് ഇത് തുറക്കുകയോ വായിക്കുകയോ ചെയ്യാനൊന്നും അങ്ങനെ അനുവദിക്കത്തില്ലായിരുന്നു. അപ്പോൾ വല്യമ്മ പതുക്കെ കാലിപ്പെട്ടിക്കകത്തുനിന്ന് എടുത്ത് എനിക്ക് തന്നപ്പം ഇതിന് ഫ്രണ്ട് പേജൊക്കെ പറഞ്ഞു പോയതായിരുന്നു. ഇങ്ങനെ ഇവിടെ ഒക്കെ ഇങ്ങനെ വിട്ട് പറഞ്ഞു പോയത്. ഞാനത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മേലിൽ ഒരു അരുണ പ്രസ് അവിടെ കൊണ്ടുപോയി കൊടുത്ത എൻ്റെ അപ്പനോട് ഞാൻ വേറെ കാര്യങ്ങൾക്ക് കള്ളം പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്യിപ്പിച്ചു. എൻ്റെ വീട്ടിൽ, എൻ്റെ ജനിച്ചു വളർന്ന വീട് കനിക്കുഴിയിലാണ്, കോട്ടയത്ത്. അപ്പോൾ അവിടെ എൻ്റെ വീട്ടിൽ ഇതിരിക്കുമായിരുന്നു, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഞാൻ ഇത് ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിളാണ് ഞാൻ വീട്ടിലായിരുന്ന സമയം. അത് കുറച്ചായി എനിക്ക് തോന്നുന്നത് അവരത് കത്തോലിക്കരായിട്ട് അത് നശിപ്പിക്കും, അത് നെഗ്ലക്റ്റ് ചെയ്യും. അത് കാരണം ഞാൻ എന്നെ അടുത്തു ആ ബൈബിൾ എൻ്റെ അമ്മയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് ആ ബൈബിൾ ഇങ്ങനെ തിരിച്ചു തന്നേക്കണം, ഞാൻ ബൈൻഡ് ചെയ്യിപ്പിച്ചതാണ്, എൻ്റെ അമ്മച്ചി എനിക്ക് തന്നതാന്ന് പറഞ്ഞു. അതുകൊണ്ട് അതെനിക്ക് തരണമെന്ന് പറഞ്ഞു. ഇന്നിപ്പം ഞങ്ങൾ ചർച്ചയിൽ നിന്ന് വന്ന വഴി അവിടെ ചെന്ന് അതെടുത്തോണ്ട് വന്നതാണ്. ഇത് കണ്ടോ. അപ്പം എൻ്റെ അനിയത്തിമാരൊക്കെ അവിടെ ഇത് മിസ്യൂസ് ചെയ്ത് നെഗ്ലക്റ്റ് ചെയ്ത് ഇത് കണ്ടോ, ഇങ്ങനെ അതിൻ്റെ പശ പോയി ഇങ്ങനെ ഇരിക്കുക. സാരമില്ല, ഇതിങ്ങനെ ഫെവിക്വിക്ക് വെച്ച് ഇവിടെ ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. ഭദ്രമായിട്ട് എന്നും എനിക്ക് ഇത് വായിക്കാം. നടുക്കൊരു പേപ്പർ പൊങ്ങി നിൽക്കുന്നേ. കണ്ടോ, അത് ക്യൂറുകയും ചെയ്ത് സങ്കീർത്തനമാണ്. സങ്കീർത്തനം വായിച്ച് ഒരു പേപ്പർ കീറിയിരിക്കും. 91-ാം സങ്കീർത്തനം എന്നും വായിച്ച് ആ പേജ് കീറി കേട്ടോ. എൻ്റെ വീട്ടുകാരെ, ഞാൻ വഴക്ക് പറഞ്ഞവരെ കൊണ്ട് ഇത് വായിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞ്
ചർച്ചിൽ നിന്ന് കത്തോലിക്ക പള്ളിയിൽ നിന്ന് അവർക്ക് ബൈബിൾ കിട്ടിയപ്പോൾ അവർ ആ ബൈബിൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് തട്ടുംപുറത്ത് പൊതിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് തട്ടുംപുറത്തുനിന്ന് അത് എടുപ്പിച്ചതാണ് ഞാൻ. എനിക്ക് അത്രയ്ക്ക് ഇത് പ്രഷ്യസാണ്. കാരണം എൻ്റെ വല്യമ്മ എനിക്ക് തന്ന ഇത് CSI ബൈബിളാണ്. പണ്ടത്തെ മലയാളം ലിപി ഇല്ലേ, പണ്ടത്തെ മലയാളം ലിപി അതാ ഇത്. ഇച്ചിരി നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ആ ലിപി ഇങ്ങനെ പെട്ടെന്ന് പഴയ ലിപിയാണ് മലയാളം ലിപി. ഇതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതുണ്ടോ, ഭയങ്കര പ്രഷ്യസാണ്. ഉണ്ടോ, അങ്ങനെയാണ്. അപ്പം എൻ്റെ വല്യമ്മ ഇതും ഒരു ഭരണിയാണ് എനിക്ക് തന്നത്. ഒരു ഭരണി. ഞാൻ ഈ വലിയ ഉപ്പിലിടിയിലിൻ്റെ ഒക്കെ ആളായതുകൊണ്ട് ഒരു ഭരണി ഇതും എനിക്ക് തന്നതാണ്. അയ്യോ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണണേ, കുഞ്ഞു വീഡിയോയാണ്. ഓക്കെ. അപ്പോൾ എന്നിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ വെളുപ്പിനെ 5:30 സൺഡേ 5:30 എല്ലാ ദിവസവും എഴുന്നേക്കുന്നത്. എല്ലാ ഞായറാഴ്ച എഴുന്നേക്കുന്നത് 5:30. എഴുന്നേറ്റ് മുറിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഇതാ തിണ്ണയിൽ ഇറങ്ങിയും ലൈറ്റിട്ട് ബൈബിളൊക്കെ വായിച്ച് ആ ഡയറിയായി ബൈബിൾ വായിച്ചത് എന്നാണെന്നുള്ള എഴുതിയൊക്കെ വെക്കും. ഇത് ആരൻ വേണ്ടേ ഹാൾ ടിക്കറ്റും ഇതുമെല്ലാം എടുത്ത് അതിൻ്റെ പൊക്കത്തോട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ മാറ്റി താഴെ വെക്കുന്ന. അപ്പോൾ ആരൻ ഇവിടെ വന്ന് ഓൺലൈൻ ക്ലാസ്സിനിരിക്കുമ്പോൾ ഫാൻ ഇടുമ്പോൾ ഈ താളം മറിഞ്ഞു പോകുമ്പോൾ ആരൻ്റെ ദേഷ്യം അതിനെടുത്ത് അതിൻ്റെ പൊക്കത്ത് വെച്ചാൽ ഞാൻ കണ്ടില്ല. രാവിലെ നോക്കുമ്പോഴാണ്. ഇനി ഇതാ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അടുക്കളയിലോട്ട് പോവാണ്. അടുക്കളയിൽ ചെന്നു. ഇനിയിപ്പോൾ ചായക്ക് വെള്ളമൊക്കെ വെച്ചു. ചായ തിളയ്ക്കുമ്പോഴത്തേക്ക് ആരനെ വിളിക്കണം. വർക്ക് ഏരിയയിലോട്ടൊന്ന് ഇറങ്ങുവാണ്. പേസ്റ്റ് പാത്ത് വെച്ചിരിക്കുക. കാരണം 6 ട്യൂബ് പേസ്റ്റിൻ്റേത് ഫുള്ള് ഞെക്കി തീർക്കാതെ ആരണം അവിടെ എൻ്റെ കൈക്ക് മേലാത്ത തവള ഓടുന്നുണ്ട്. ഇതാ വർക്ക് ഏരിയയെ വെളുപ്പിനെ ഇറങ്ങുകയല്ലാത്ത പേടിയാണ്. അന്നേരം എൻ്റെ കൈ ഇങ്ങനെ അമക്കി ഞെക്കുമ്പം വേദന എടുക്കുവേ. അത് കാരണം ഞാൻ ആരൺ ഞെക്കട്ടെ എന്ന് കരുതി വെക്കും. ആരൺ ഒട്ടും ഞെക്കത്തില്ല. ആരൺ അതിലപ്പുറം മടിയനാണ്. പെട്ടെന്ന് ഫുൾ ട്യൂബ് ഉള്ളത് പേസ്റ്റുള്ള ട്യൂബ് ഞെക്കത്തേ ഉള്ളൂ. ഈ ഇച്ചിരി തീർന്നതൊന്നും ആരൺ ഞെക്കത്തില്ല. അപ്പോൾ ഞാൻ ഈ പേസ്റ്റ് പ്രാവശ്യം വാങ്ങിച്ചിട്ട് പാത്ത് വെച്ചു. അത് മുഴുവൻ ഞെക്കി തീർത്തിട്ടേ ഇത് പുറത്തെടുക്കുന്നുള്ളൂ എന്ന്. അത് കാരണം അവൻ ആ 6 ട്യൂബും ഞെക്കി തീർത്ത് എന്നോട് ഇന്നലെ പറയാം, നാളെ സൺഡേയാണ്, ചർച്ചിൽ പോകുമ്പോൾ ശരിക്കും പല്ല് തേക്കേണ്ടി, ഇതാ പേസ്റ്റ് വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു പേസ്റ്റൊക്കെ ഇവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വർക്ക് ഏരിയയിൽ നിന്ന് എടുത്തതാ. ഇത് കണ്ടോ, ഇതാ ക്യാമറയുടെ വെട്ടമാണേ, അല്ലാതെ നേരം വെളുത്തിട്ടില്ല കണ്ടോ. ഭയങ്കര ഇരുട്ടാണ്. പിന്നെ അതുകൊണ്ടൊക്കെയാണ് പേടി വർക്ക് ഏരിയയിൽ നിൽക്കുക. ഇനി അടുത്ത പരിപാടി പൂജയിൽ നിന്ന് 1/4 ലിറ്റർ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എടുത്ത് വെറും വയറ്റിൽ കുടിക്കുക. നല്ല തണുപ്പാണ്. ഇതാ ചായ തിളച്ചിട്ടുണ്ട്. എൻ്റെ ആരൻ്റെയും കപ്പിലോട്ട്. ആരണ് പഞ്ചസാര ഇട്ട് സ്പൂണിട്ട് വെച്ചിരിക്കുക ഇളക്കാനായിട്ട്. എനിക്ക് പഞ്ചസാര എടുത്തില്ല. ഞാൻ ചായ എടുത്തതല്ലാതെ അതേപടി തിരിച്ചു വെച്ച് വെള്ളം കുടിച്ചുകൊണ്ട് എനിക്ക് വേണമെന്ന് തോന്നിയില്ല. പിന്നെ അത് മൂടി വെച്ചിട്ട് ഞാൻ ചർച്ചിൽ പോയി. ആരൻ കുടിച്ചു, ഞാൻ കുടിച്ചില്ല. ചായ എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് ഫാനും ഇട്ടു ആറാൻ വേണ്ടി. ഇനി ആരനെ വിളിക്കണം. ഞങ്ങളുടെ ഈ വീട് വെച്ചപ്പോൾ ഉള്ള വാഷ് ബേസിനാണ് 5 വർഷമായി. ഇതാ പല്ല് തേക്കാൻ കുടുമിയൊക്കെ കെട്ടി വെച്ചിരിക്കുക. ഇനിയും അതൊക്കെ അഴിച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കണം, പല്ല് തേക്കണം. അതാ ബാത്റൂം. കുളിയെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കിനും ആരൺ എഴുന്നേറ്റ് റെഡിയായി കാണും. അങ്ങനെ ആരണൊക്കെ എഴുന്നേറ്റ് പല്ല് തേച്ചെല്ലാം റെഡിയായി ചായയൊക്കെ കുടിച്ച് കതവ് പൂട്ടി. ഞങ്ങൾ അടുക്കള വശത്തൂടെ ഇറങ്ങുന്നത്. ഞങ്ങളുടെ വാതിക്കലത്തെ കതവിൻ്റെ ലോക്ക് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പാടാണ് പുറത്തുനിന്ന് തുറക്കാൻ. ഉടനെ ഞങ്ങൾ ഇതിലേ പോകത്തുള്ളൂ, അത് അകത്തുനിന്ന് പൂട്ടും. അങ്ങനെ ഇതേ ആ എൻഷുറിൻ്റെ പാത്രത്തിൽ ഞാൻ മസാല, ചിക്കനും ബീഫിനും ഒക്കെയുള്ള മസാല സ്വന്തമായിട്ടുണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അത് ഇച്ചിരി വേണമെന്ന് പറഞ്ഞു. ചർച്ചിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അത് കൊടുത്തിട്ട് മുരിങ്ങക്കോലും ചെമ്മീനും ഒക്കെ തരാമെന്ന് പറഞ്ഞു. അത് മേടിക്കണം. ഓട്ടോ ചേട്ടൻ 6:30 വന്നു, പോവാം. 6:30 ഓട്ടോ ചേട്ടൻ ഇപ്പോൾ വരും. ഞങ്ങൾ കൂട്ടട്ടെ, ഞങ്ങൾ പുറകിൽ കൂടെ ഇറങ്ങുന്നത്.
ഇതാ അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് നാവുമ്പടത്തെത്തി. ഇത് നെഹ്റു സ്റ്റേഡിയമാണ്. നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ചർച്ച്. അങ്ങനെ ഞങ്ങൾ ചർച്ചിലേക്ക് ഇതാ ഇടത്തോട്ടിങ്ങനെ തിരിയുമ്പം ചർച്ചാണ്. ഇതാ അതിലേ കയറി ഇതാ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ചർച്ച്. KRE വരുന്ന കേട്ടോ. ആദ്യത്തെ സെഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ ചർച്ചിൻ്റെ തൊട്ടടുത്താണ് KR ബേക്കറി. എല്ലാ ഞായറാഴ്ചയും ഫസ്റ്റ് സെഷൻ കഴിയുമ്പോൾ ഊട്ടി വന്നൊരു ബ്രൂ കോഫി മുട്ടപ്പപ്സും കഴിക്കും. സൂപ്പറായിട്ട് ഭയങ്കര ടേസ്റ്റ്. ഇന്ന് ഇച്ചിരി ഉപ്പ് കൂടുതലാണ്. പിന്നെ ആരണിന് വേണ്ടി മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ ഇന്ന് ആരണിന് സൺഡേ സ്കൂളില്ല. ഞാനിവിടെ വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരൺ പാഞ്ഞു വരുന്നത്. ഞാൻ പാഴ്സലായിട്ട് ആരണിന് വീട്ടിൽ പോയി കഴിച്ചോളാം, സമയമില്ല. ഇന്ന് രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ 6 വരെ. ഇനി രണ്ടാമത്തെ സെഷൻ പിന്നെ സൺഡേ സ്കൂളില്ല ഏപ്രിൽ 6 വരെ. അതുകൊണ്ട് രണ്ടാമത്തെ സെഷൻ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞാൽ ഒട്ടനെ 15 മിനിറ്റ് ബ്രേക്ക് തന്നിട്ട് 9:45 തുടങ്ങും. അപ്പം ഞങ്ങൾക്ക് ഇനി മുട്ടപ്പപ്സ് കഴിക്കാൻ വരാൻ സമയം കിട്ടുമെന്ന് അറിയത്തില്ല. എങ്കിലും ഞാൻ വരും. ഒരെണ്ണമെങ്കിലും ഓടി വന്ന് കഴിച്ച് ഒരു ബ്രൂ കോഫിയൊക്കെ കുടിച്ചില്ലേ. രാവിലെ ഇന്നാണെങ്കിൽ ഞാൻ കട്ടൻ ചായ പോലും മിസ്സാക്കിയിട്ടാണ് വന്നത്. ഞാൻ എടുത്തു വെച്ചിട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കുടിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ KR ബേക്കറി ഇവിടെ ഇരുന്നത് കണ്ടോ, അങ്ങോട്ടെല്ലാം നോക്കി ഇങ്ങനെ. ഇത് ഓക്സിജൻ്റെ ഭയങ്കര വലിയ ഷോറൂം. അപ്പോൾ ഞാനിങ്ങനെ ഈ ഗ്ലാസ്സിൽ കൂടെ എല്ലാം നോക്കി ആസ്വദിച്ച് കഴിച്ചിട്ട് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ടൊക്കെയാണ് ഞാൻ പോയത്. വാഷ്റൂം ഉച്ചയ്ക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതായി കഞ്ഞി കുടിക്കാൻ ക്യൂ നിൽക്കുക ചർച്ചിലെ. അങ്ങനെ ചർച്ചെല്ലാം കഴിഞ്ഞു, കഞ്ഞി കുടിച്ചു. ഇനി വീട്ടിൽ പോവാണ്, ഓട്ടോയ്ക്ക് പോവാം. ഞാൻ പല്ല് കാണിച്ചിട്ടിരിക്കണോ പല്ലില്ലാതെ? നമ്മുടെ പാർക്കല്ലേ, പാർക്ക് മാലിന്യമില്ലാത്ത സ്വസ്ഥ ഭൂമി. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങനെ വന്ന് എൻ്റെ വീട്ടിൽ വന്നു. ഇറച്ചിപ്പൊടിയും കൊടുത്തിട്ട് അവിടുന്ന് മുരിങ്ങക്കോലും വീട്ടിലുണ്ടായ മുരിങ്ങക്കോലും പിന്നെ കുറച്ച് ഉണക്കച്ചമീനും മേടിക്കാനായിട്ട് പോവും. ആരൻ പോവും. ഞാൻ ഓട്ടോയിൽ ഇരിക്കുവാണ്. ഹലോ ഹലോ ഹലോ. നല്ല മണം, നല്ല മണം. മണമുള്ള സാധനം എളുപ്പം നീക്കി തന്നേ. ഇത് വേറെ മണമുള്ളൊരു നല്ല സാധനം. ബീഫ് എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മയമ്മേ? എങ്ങനെ ഉണ്ടായിരുന്നു ചാച്ചേ? പൊളിയല്ലേ? ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട്. നല്ലതായിട്ട് വെന്തത് കൊണ്ട് കഴിക്കാൻ എളുപ്പല്ലേ? അടുത്ത തവണയും വേവിച്ചുണ്ടാക്കുന്നത്. യെസ്. ഏതാണ്ട് മുരിങ്ങക്കോല് ബൈബിള് വെളിയിൽ. ഈ ഞായറാഴ്ച വൈകുന്നേരം വാർത്ത വെക്കുന്ന എനിക്ക് കാണാൻ ഞാൻ പുരാതന ബൈബിളാ. അല്ല അത് വെച്ചു, അത് നല്ലതാ, ഇരിക്കട്ടെ. വായിക്കുന്നില്ലെങ്കിലും അത് വെക്കുന്നത് നല്ല. ഇന്ന് അതിനകത്ത് ഏതാണ്ടൊക്കെയോ വെളിയെടുത്തിട്ടുണ്ട്. ഇതാണോ? ഇതിനകത്ത് വലിയ വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ നാളെ നമുക്ക് വേറൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കര ഉമ്മ.